ഹായ് എവരി വൺ, ഡിമെൻഷ്യ ബിയോണ്ട് ഫോർഗറ്റിംഗ് എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് അൽഫോൺസ ജോർജ്. ഞാനൊരു ക്ലിനിക്കൽ നഴ്സ് സ്പെഷ്യലിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നു. ഞാനൊരു പോസ്റ്റ് ഗ്രാജുവേഷനും റിസർച്ചും ഒക്കെ ചെയ്തത് ട്രിനിറ്റി കോളേജ് ഡബ്ലിനിലാണ്. ഞാൻ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത് ഡിമെൻഷ്യ കെയറിലാണ്. ഡിമെൻഷ്യ ബിയോണ്ട് ഫോർഗറ്റിംഗ് എന്ന എൻ്റെ ഈ ചാനലിൻ്റെ പ്രധാന ഉദ്ദേശം നമ്മുടെ വീടുകളിലൊക്കെ ഡിമെൻഷ്യ അല്ലെങ്കിൽ മറവി രോഗമുള്ള രോഗികളെ പരിചരിക്കുന്ന അവരുടെ മക്കൾ അല്ലെങ്കിൽ റിലേറ്റീവ്സ്, കെയറേഴ്സ്, അതുപോലെ തന്നെ പല ഓർഗനൈസേഷൻ്റെയും അണ്ടറിലുള്ള ഏജ് കെയർ ഹോംസിലെ നോൺ മെഡിക്കൽ സ്റ്റാഫ് അല്ലെങ്കിൽ ഹോസ്പിറ്റലുകളിലെ ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് അവർക്കൊക്കെ കൂടുതൽ ഈ ഡിമെൻഷ്യയെക്കുറിച്ച് അല്ലെങ്കിൽ ഡിമെൻഷ്യ കെയറിനെ കുറിച്ച് ഒരു അവയർനെസ് ഉണ്ടാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഞാനിങ്ങനെ ഒരു ചാനൽ തുടങ്ങാൻ തീരുമാനിച്ചത്. നമുക്കറിയാമല്ലോ, ഇങ്ങനെ ഓർമ്മക്കുറവ് അല്ലെങ്കിൽ മറവി രോഗമുള്ള ആളുകളെ പരിചരിക്കുന്നവർ ഒത്തിരി ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങളിലൂടെ അവരുമായിട്ടൊക്കെ സംസാരിച്ചാലും നമുക്ക് മനസ്സിലാവും കടന്നു പോകാറുണ്ട്. പല സാഹചര്യങ്ങളിലും അവർക്ക് അവരുടെ പ്രിയപ്പെട്ടവരോട് എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യേണ്ടത്, എന്താണ് പറയേണ്ടത്, അല്ലെങ്കിൽ അവരോട് എങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് എന്നൊക്കെ അറിയാത്ത ഒത്തിരി സാഹചര്യങ്ങളുണ്ട്. അപ്പം എൻ്റെ വർക്ക് പ്ലേസിലും പലപ്പോഴും എനിക്കും ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ നേഴ്സിംഗൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ ബ്രെയിൻ പാത്തോളജി, ബ്രെയിൻ ഫിസിയോളജി, അനാട്ടമി ഒക്കെ പഠിക്കുന്നുണ്ടെങ്കിലും ഡിമെൻഷ്യയെക്കുറിച്ചൊക്കെ നമ്മൾ അതിൻ്റെ ബേസിക് തിങ്സാണ് പഠിക്കുന്നത്. ഡീപ്പായിട്ട് അത്രയ്ക്ക് ആ ഒരു സമയത്ത് പഠിക്കുന്നില്ല. പിന്നെ നമ്മൾ ഈ ഏരിയയിലൊക്കെ വർക്ക് ചെയ്യുമ്പോഴാണ് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് നമ്മൾ താല്പര്യപ്പെടുന്നത്. അങ്ങനെ നമ്മൾ ഈ ഒരു അവസ്ഥയെക്കുറിച്ച് നന്നായിട്ട് അറിഞ്ഞാൽ നമ്മൾ പേഷ്യൻറ്റുമായിട്ടുള്ള ഒരു ഹെൽത്തി റിലേഷൻഷിപ്പ് നമുക്കെപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. നമ്മുടെ പ്രിയപ്പെട്ടവരെ അവരേത് അവസ്ഥയിലാണോ ആ അവസ്ഥയിൽ അംഗീകരിച്ചുകൊണ്ട് അവരുടെ റിയാലിറ്റിയിൽ ജീവിക്കാനായിട്ട് അവരെ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ സാധിക്കും. അപ്പം ഞാൻ പറഞ്ഞല്ലോ, എങ്ങനെയാണ് നമ്മുടെ ഒരു വർക്ക് സ്ട്രെസ് കുറച്ച് നമ്മുടെ ഒരു സ്നേഹത്തിന് ഒട്ടും കോട്ടം തട്ടാതെ ഒരു ആർദ്രതയുള്ള കെയർ അവർക്ക് കൊടുക്കാൻ പറ്റുന്നതെന്ന് ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം. നമ്മൾ ഡിമെൻഷ്യ അല്ലെങ്കിൽ മറവി രോഗമുള്ള ഒരു അമ്മയെ വിസിറ്റ് ചെയ്യാൻ ചെല്ലുമ്പോൾ ആ അമ്മയ്ക്ക് ഒരു പക്ഷേ ആ അമ്മയുടെ 20, 30, 40s നമ്മുടെ ഫാമിലിയും പേരൻസിനെയൊക്കെ അറിയുന്ന ഒരു അമ്മയായിരിക്കും. ഞാൻ ഇന്ന ആളാണെന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിയുമ്പോൾ എൻ്റെ വീടിനെക്കുറിച്ചും എൻ്റെ കാര്യങ്ങളും എൻ്റെ പേരൻസിനെ കുറിച്ചുമൊക്കെ അമ്മ അന്വേഷിക്കുന്നുണ്ടാവും. അപ്പം അതിനിടയ്ക്ക് അമ്മ പറയും, മോളെ ഞാനിന്നൊന്നും കഴിച്ചില്ല, ഇവരെനിക്കൊന്നും തന്നില്ല എന്ന്. അപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ആ അമ്മയുടെ മോൻ അല്ലെങ്കിൽ കെയർ ചെയ്യുന്ന ആൾക്ക് ഒരു ഫീലിങ്സ് ഉണ്ടാകത്തില്ലേ, ഒരു വിഷമം തോന്നും അല്ലേ, അല്ലെങ്കിൽ അമ്മയോടൊരു ചെറിയ ദേഷ്യം തോന്നും. അതൊന്നും ആരുടെയും കുറ്റമല്ല, അതൊക്കെ സ്വാഭാവികമായിട്ട് നമ്മളിൽ തോന്നുന്നതാണ്. അപ്പോൾ ആ ഒരു നേരത്തേക്കെങ്കിലും നമുക്കൊരു ചെറിയ ദേഷ്യം തോന്നും. അപ്പോൾ നമുക്ക് അപ്പോൾ അവരോർക്കും അമ്മ ഇത്രയും പഴയ കാര്യങ്ങളൊക്കെ ഈ വ്യക്തിയോട് ചോദിക്കുന്നു, അമ്മയ്ക്ക് ഇത്രയും പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടായിട്ട് ഞാൻ കുറച്ച് മുമ്പ് ഭക്ഷണം കൊടുത്ത കാര്യം മാത്രം അമ്മ ഓർക്കുന്നില്ല, അപ്പോൾ അമ്മ അറിഞ്ഞുകൊണ്ട് കള്ളം പറയുന്നതല്ലേ എന്ന് വിചാരിക്കും. അപ്പോൾ ഇവർ പറയും, അമ്മയ്ക്ക് ഞാൻ ഭക്ഷണം തന്നതാണ്. ഉടനെ അമ്മ തിരിച്ചുത്തരം പറയും, നീ എനിക്ക് തന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ അങ്ങോട്ട് ദേഷ്യപ്പെടാനും ഒരു തരം അഗ്രസീവ് ആവാനും ഒക്കെ തുടങ്ങും. അപ്പം ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളും നമുക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും ഒക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു അവസ്ഥയെക്കുറിച്ച് നന്നായിട്ട് അറിയണം. ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകുമ്പോൾ അവരിൽ എന്താണ് സംഭവിക്കുന്നത്, അവരുടെ ബ്രെയിനിൽ എന്തൊക്കെയാണ് മാറ്റങ്ങൾ സംഭവിക്കുന്നത് എന്നൊക്കെ നമുക്ക് അറിയണം. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ആണ്. ഇനിയും കൂടുതലുള്ള ഇനിയും മുമ്പോട്ടുള്ള വീഡിയോകളിൽ ഞാൻ ഡിമെൻഷ്യയെക്കുറിച്ചും ഡിമെൻഷ്യ കെയറിനെക്കുറിച്ചും എല്ലാം നിങ്ങളോട് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതിന് മുൻപ് എനിക്ക് 2-3 റിക്വസ്റ്റ് ഉണ്ട്. ഒന്നാമതായിട്ട്, ഞാൻ എൻ്റെ ഈ വീഡിയോ ഒരു പക്ഷേ ഇങ്ങനെയുള്ളവരെ കെയർ ചെയ്യുന്ന ആളുകൾക്ക് കാണാനും ആക്സസ് ചെയ്യാനും ഒക്കെ ചിലപ്പം പല സാഹചര്യങ്ങൾ കൊണ്ടും ബുദ്ധിമുട്ടുണ്ടാവും. അപ്പം നിങ്ങളിൽ ആർക്കെങ്കിലും ഇങ്ങനെയുള്ളവരെയൊക്കെ പരിചയമുണ്ടെങ്കിൽ അവരുമായിട്ടൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണമെന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നു. പിന്നെ ഉള്ളത്, ഇപ്പം ഈ ഏരിയയിൽ എക്സ്പേർട്സായ വേറെ ഒത്തിരി പേരുണ്ടാവും. അപ്പം അതിൽ ചിലരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നുണ്ടാവും. അപ്പോൾ നിങ്ങളുടെ എക്സ്പീരിയൻസും നിങ്ങളുടെ അറിവുകളും ഒക്കെ ഞങ്ങളുമായിട്ട് എൻ്റെ കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യണമെന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യാണ്. അതുപോലെ നമ്മുടെ എല്ലാവരുടെയും നോളജ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ മൂന്നാമതായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം പറയുകയാണ്, എൻ്റെ ബാക്ക്ഗ്രൗണ്ട് ആസ് എ പ്രൊഫഷൻ ഞാനൊരു നേഴ്സാണ്. അപ്പം ഞാൻ എൻ്റെ വീഡിയോയിൽ പറയുന്ന എല്ലാ ഇൻഫർമേഷനുകളും എൻ്റെ ഒരു നഴ്സിംഗ് പോയിൻ്റ് ഓഫ് വ്യൂയോട് കൂടിയതും എവിഡൻസ് ബേസ്ഡ് ആയിട്ടുള്ളതുമായിരിക്കും, അല്ലെങ്കിൽ ഒരു നഴ്സിംഗ് പെർസ്പെക്റ്റീവോട് കൂടിയുള്ളതായിരിക്കും. അല്ലാതെ ഒരു ഡോക്ടർ അല്ലെങ്കിൽ ന്യൂറോളജിസ്റ്റ്, കൺസൾട്ടൻ്റ് ഒക്കെ പറയുന്ന ആ ലെവലിൽ അല്ലെങ്കിൽ അവരുടെ ഒരു പോയിൻ്റ് ഓഫ് വ്യൂയോട് കൂടി ഉള്ളതായിരിക്കില്ല. കൂടുതലും ഞാൻ ഡിമെൻഷ്യ
കെയറിനെ പറ്റിയായിരിക്കും എൻ്റെ വീഡിയോകളിൽ ഡിസ്കസ് ചെയ്യുന്നതും ഷെയർ ചെയ്യുന്നതും. ഇനിയും ഡിമെൻഷ്യയും ഡിമെൻഷ്യ കെയറിനെ പറ്റിയുമുള്ള കൂടുതൽ വീഡിയോകളുമായി ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതായിരിക്കും. അണ്ടിൽ ദെൻ